അസ്സലാമു അലൈക്കും. എന്തൊരു ധൈര്യത്തിലാണ് നമ്മളെ കുട്ടികളെ സ്കൂളിലേക്കും മദ്രസയിലേക്കും കോളേജിലേക്കും എല്ലാം പറഞ്ഞയക്കുക. കാരണം പോകുന്ന വഴികളിലെല്ലാം തന്നെ അക്രമോത്സുകമായ നായ്ക്കളെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എവിടെ പോയാലും നായ് കടിച്ച വാർത്തകളാണ്. നിങ്ങൾക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോയി നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസവും ഒന്നല്ല രണ്ടല്ല 5ഉം 6ഉം കേസുകളാണ് വരുന്നത്. അതിലേറ്റവും കൂടുതൽ വരുന്നത് സ്കൂളിൽ പോകുന്ന കുട്ടികളെയും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന അച്ഛനെയും അമ്മയെയും എല്ലാം നായ് കടിച്ചു എന്നുള്ള വാർത്തകളാണ്. പക്ഷേ നമ്മുടെ മുനിസിപ്പാലിറ്റികളായാലും നമ്മുടെ പഞ്ചായത്തുകളായാലും സർക്കാരുകളായാലും ഇതിനെതിരെ മൗനാനുവാദം കൊടുക്കുകയാണ്. അവർ യാതൊരു നടപടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്നില്ല. മൃഗസ്നേഹികളെ പേടിച്ചിട്ടാണോ എന്ന് പോലും തോന്നുകയാണ്. കാരണം സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, അക്രമോത്സുകമായ നായ്ക്കളെ തീർച്ചയായും വകവരുത്താം അല്ലെങ്കിൽ കൊല്ലാം എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ സർക്കാരുകൾ ഇത്തരത്തിൽപ്പെട്ട യാതൊരു തീരുമാനവും എടുക്കുകയോ അതിനെതിരെ യാതൊരു നടപടികളോ കൈക്കൊള്ളുന്നതോ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇന്ന് മലപ്പുറത്ത് നിന്ന് കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു പേടി തോന്നിപ്പോവുകയാണ്. കാരണം മലപ്പുറം വെള്ളിയാമ്പുറത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുട്ടിയടക്കം 5 പേരെയാണ് ഒരു തെരുവ് നായ എന്ന് ആക്രമിച്ചത്. ആ നായയുടെ ഒരു ആക്രമണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടി തോന്നിപ്പോവുകയാണ്. അത്തരത്തിൽപ്പെട്ട ഒരു വീഡിയോ ഒന്ന് പുറത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? ചുരുക്കി പറഞ്ഞാൽ തീർച്ചയായിട്ടും അലമുറയിട്ട് ആ സഹോദരി നിലവിളിക്കുകയാണ്, ജീവന് വേണ്ടി നിലവിളിക്കുകയാണ്. അത്രയും വലിയ ഒരാളാണ് അത് പറയുന്നത്. പക്ഷേ ചെറിയ കുട്ടികളുടെ കാര്യമൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. കാരണം ഇത്തരത്തിൽപ്പെട്ട നായ്ക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? നമുക്കൊന്നും ചെയ്യാനാവില്ല. കാരണം നിന്ന് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കയ്യിലോ എപ്പോഴും ആയുധമോ അല്ലെങ്കിൽ വടിയോ ഒന്നും ഉണ്ടായിക്കൊള്ളണമില്ല. നായ് വന്നിട്ട് കയറി മാന്തി അല്ലെങ്കിൽ മുഖമടക്കം ശരിയാക്കിയതിന് ശേഷം അങ്ങോട്ട് പോകും. നമുക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പോഴും മൃഗസംരക്ഷണക്കാർ പറയുന്നത് നായയെ നമ്മൾ ആക്രമിക്കാൻ പാടില്ല, നായയെ നമ്മൾ അടിക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അത്തരത്തിൽപ്പെട്ട ആൾക്കാർ ഷെൽട്ടറുകൾ ഉണ്ടാക്കിയിട്ട് തീർച്ചയായിട്ടും നായയെ പൊതുസ്ഥലത്ത് നിന്ന് മാറ്റിയിട്ട് ഏതെങ്കിലും പ്രൈവറ്റ് ഏരിയയിൽ തീർച്ചയായിട്ടും താമസിപ്പിച്ച് അവർക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും എല്ലാം കൊടുക്കട്ടെ. കാരണം ഈ അലഞ്ഞു നടക്കുന്ന പട്ടികൾക്ക് ഭക്ഷണവും വെള്ളവും സമയത്ത് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ അക്രമത്തിന് മുതിരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട നായ്ക്കളെ തീർച്ചയായിട്ടും കൊന്നു കളയുക തന്നെ വേണം. അല്ലാതെ പൊതുജന തീർച്ചയായിട്ടും ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട സർക്കാർ ഇത് നോക്കി നിൽക്കരുത് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കാണണം. കാരണം അധികാരികൾ മുമ്പിലെത്തട്ടെ. വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാസങ്ങൾ തികയുന്നതേ ഉള്ളൂ. എങ്കിലും ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങളിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് നടപടിയെടുത്ത് മുന്നോട്ട് പോകുന്ന സർക്കാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ഈ വീഡിയോ അധികാരികളുടെ മുമ്പിലേക്ക് നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് എത്തിക്കണം. എന്നാലേ നമുക്കൊരു നടപടിയിലേക്ക് ഇത് കടക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പൊതുജനങ്ങളുടെ പ്രതിഷേധവും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ പ്രതികരണങ്ങളും എല്ലാം
നമ്മുടെ സർക്കാർ കാണാതിരിക്കില്ല, നമുക്ക് പ്രത്യാശിക്കാം. ഏതായാലും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ഉമ്മമാർക്കും പെങ്ങന്മാർക്കും എല്ലാം സ്വൈര്യമായിട്ട് നമ്മുടെ തെരുവുതികളിൽ കൂടെ നടന്നു പോകാനുള്ള ഒരു സ്വാതന്ത്ര്യമെങ്കിലും സർക്കാർ ഉണ്ടാക്കി തരണം. ദയവ് ചെയ്ത് ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനമെടുത്താൽ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് ഒരു പേടിയുമില്ലാതെ സ്കൂളിലേക്കും മദ്രസയിലേക്കും കോളേജിലേക്കും എല്ലാം പോകാൻ വേണ്ടി സാധിക്കൂ. ഈ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഒരു എത്രമാത്രം പേടി ഉയർത്തുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഹൈപ്പ് കൂടി നൽകി കാണാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കാണുക. നന്ദി. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ വീണ്ടും